ഇപ്പം ഈ പൈസ കൂടിയ സ്പീക്കർ മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു സൗണ്ട് ക്വാളിറ്റി എല്ലാം കിട്ടും എന്ന് പറയുന്നത് ശരിയാണ്. സംഭവം ഓക്കെയാണ്. ഇപ്പോൾ വില കൂടിയ സ്പീക്കർ മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈവൻ വില കുറഞ്ഞ സ്പീക്കർ നമുക്ക് ഒരിക്കലും അങ്ങനെ തരംതിരിച്ച് കാണാൻ പറ്റില്ല. ഇതെപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു ഹൈ എൻഡ് സ്പീക്കർ ആണെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പീക്കർ ഡ്രൈവർ ആയിക്കോട്ടെ, എല്ലാം കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിരിക്കും. സംഭവം ശരിയാണ്. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു തിയേറ്റർ ചെയ്യുമ്പോഴും കാലിബ്രേഷൻ ചെയ്യുന്ന സമയത്തായാലും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്തായാലും ആ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ഒരു മിസ്പ്ലേസ് ആയിട്ടുള്ള സ്പീക്കർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ് കൺസിഡറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വരുന്നു അല്ലെങ്കിൽ ഓവർ ഹെഡ് സൗണ്ട്സ് വരുന്നു, അത് ഫ്രണ്ട് ചാനലിൽ നിന്ന് കയറി സൈഡിൽ കൂടെ കയറി നമുക്ക് അറ്റ്മോസിൽ കൂടെ ഇറങ്ങി ബാക്കിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുൾ ഇമേഴ്സീവ്നെസ് നമുക്ക് മൂവിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലേസ്മെൻറ്റ് റോങ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓവർ ഹെഡ് സൗണ്ട് എഫക്റ്റ് ആണെങ്കിൽ അത് പ്രോപ്പർലി നമ്മളിലേക്ക് എത്തില്ല. മനസ്സിലായി? അപ്പോൾ സൗണ്ട് ജസ്റ്റ് വന്ന് ട്രാവൽ ചെയ്ത് പാസ് ചെയ്ത് പോകുന്നത്. നോർമലി നമ്മൾ പൈസ മുടക്കുന്നതിൻ്റെ അല്ല, നമ്മളത് ഏത് രീതിയിലാണോ പ്ലേസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള അതെ, എങ്ങനെ പ്ലേസ്മെൻ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഏതൊരു സ്പീക്കർ ആയാലും നമുക്ക് സ്പീക്കർ വെക്കേണ്ട പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ തന്നെ ഇയർ ഹൈറ്റ് ലെവൽസ് നോക്കണ്ട, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ സൗണ്ടും ഒരുമിച്ച് മിക്സ് ആയി പല സ്ഥലത്തു നിന്നും പല സൗണ്ട്. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വില കൂടുന്നതിലല്ല കാര്യം, പക്ഷേ കിട്ടുന്ന വിലയ്ക്കുള്ള സ്പീക്കേഴ്സ് പ്രോപ്പർലി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്.